ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് നമ്മുടെ കുടംപുളി ദീർഘനാൾ ഉണക്കാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായ കുടംപുളിയാണ്. ഈ കുടംപുളി ഉണ്ടാകുന്ന സമയത്ത് നല്ല മഴയായിരിക്കും. അതുകൊണ്ട് ഉണക്കിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പുകയിടുകയും ഒക്കെ വേണം. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ഈ രീതിയിലും സൂക്ഷിച്ചാൽ നമുക്ക് പിന്നീട് കറികൾക്കൊക്കെ ഉപയോഗിക്കാം എന്നൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇവിടെ ഞാൻ കുറച്ച് പുളി കഴുകി വെള്ളമൊക്കെ തോർത്തി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒന്ന് പൊട്ടിച്ചെടുത്ത് ഇതിനകത്തെ ആ മാതളമൊക്കെ നീക്കി അല്ലിയായിട്ടൊന്ന് എടുക്കണം. ഇത് ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തേ ഇത് നല്ല രുചിയായിട്ട് ഈ അകത്തെ മാതളം കഴിക്കുമായിരുന്നു. അന്നൊന്നും പല്ല് പുളിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ കഴിക്കാനേ പറ്റുന്നില്ല, ഭയങ്കര പുളിയാണ്. അതുകൊണ്ട് ഇതുപോലെ അല്ലി തിരിച്ച് ഞാനിത് ഇത്രയും പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ ഈ ചില്ലുകുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ചില്ലുകുപ്പി തന്നെ ഇടാൻ ശ്രമിക്കണം. കല്ലുപ്പും എടുക്കണം. ചില്ലുകുപ്പി നേരത്തെ കഴുകി ഉണക്കി വെച്ചിരുന്ന ചില്ലുകുപ്പി അതിലേക്ക് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലെയർ പുളി അടുക്കി കൊടുക്കണം. പുളി നിരത്തുക. അങ്ങനെ ലെയറായിട്ട് നമ്മുടെ കുപ്പിയുടെ വലിപ്പം അനുസരിച്ച് അത് നിറച്ചും ഫില്ല് ചെയ്തെടുക്കണം. അതുപോലെ ഇത് നമ്മൾ 2-3 വർഷം ഇത് കേടാകാതിരിക്കും. എനിക്കിത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോയാണ്. ഞാനത് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതുപോലെ നമ്മളിത് കറി വെക്കാൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ഒരുപാട് ഉപ്പിടുന്നത് കൊണ്ട് മീൻകറിക്ക് പിന്നെ ഉപ്പ് ചേർക്കാവൂ. പുളിയൊക്കെ ചേർത്ത് ഒത്തിരി കഴിഞ്ഞേ ഉപ്പിടാവൂ. കാരണം ചിലപ്പോഴേ നല്ല ഉപ്പ് കൂടിപ്പോയാൽ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ലെയറായിട്ടെല്ലാം ഫില്ല് ചെയ്തൊരു കുപ്പി നിറച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഞാനിതിപ്പോൾ രാത്രിയിലാണ് ഈ 3 കുപ്പിക്കകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ. ഇനി നമുക്ക് നാളെ രാവിലെ ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ ഒരുപാട് ഗ്യാപ്പ് വന്നു. പുളി വീണ്ടും ഒത്തിരി അങ്ങ് താഴ്ന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനിയും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. 2 ലെയറൂടെ ഞാനിത് ഫില്ല് ചെയ്തിട്ടുണ്ട്. കുപ്പി വലുതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം 2-3 ദിവസമായിട്ട്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുളിയുള്ളവരൊക്കെ കളയാതെ ഇങ്ങനെയും കൂടെ ഒക്കെ എടുത്ത് വെച്ചാൽ മഴ സമയത്ത് നമുക്ക് വലിയ ഉപകാരമാകും. ഉണക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത്. അങ്ങനെ മുകളിൽ ഉപ്പിട്ട് കുപ്പി അടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.